ദിവാരൻ ചേട്ടാ, ഈ ഫയൽ ഡിസ്ട്രിക്ട് ഓഫീസിൽ കൊടുക്കാനുള്ളതാ. മറന്നു പോകാതെ കൊടുക്കണം. ആൾക്കാർ താറാവിനും കോഴിക്കും വരുന്നുണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞേക്കണേ. അനുരാധയ്ക്ക് ചായ വേണം. ഓ വേണ്ട. ഉഴുന്നുവട വേണ്ട ചേട്ടാ. അല്ല, എന്തായാലും ഞാൻ ചായ കുടിക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഒരു ചായ മേടിച്ചോണ്ട് വരാൻ. എന്നാ ചേട്ടൻ കുടിച്ചോ, എനിക്ക് വേണ്ട. അല്ല, പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ നല്ല പപ്പടബോളിയുണ്ട്, രണ്ടെണ്ണം പാഴ്സൽ എടുപ്പിക്കട്ടെ. എനിക്കൊന്നും വേണ്ട ചേട്ടാ. ഈയിടെയായിട്ട് അനുരാധയ്ക്ക് നമ്മളോടൊന്നും വലിയ മൈൻഡ് ഒന്നും ഇല്ല. എന്ത് വേണം മേടിച്ചെന്നാലും വേണ്ടെന്നേ പറയത്തുള്ളൂ. ദിവാരൻ ചേട്ടാ, എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞതൊക്കെ ആ ബിലാസിനെ ചേച്ചിക്ക് മേടിച്ചു കൊടുത്തിരുന്നെങ്കിലേ അവരിപ്പോ വീട്ടിൽ ഇരുന്നേനെ. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ മൂദേവിയുടെ കാര്യം എന്തിനാ നിങ്ങൾ പറയുന്നത്? കംപ്ലീറ്റ് മൂടും. ഡോക്ടർ വന്നെന്ന് തോന്നണം. ഞാനിപ്പോ വരാവേ. ഡോക്ടർ വന്നാ പറഞ്ഞില്ല, പുള്ളിയാണ് മൈൻഡ് ചെയ്യത്തുമില്ല. 24 മണിക്കൂർ മൈൻഡ് ചെയ്യുന്ന എന്നെ നമുക്ക് വേണ്ടതല്ല. ലോകത്തിന്റെ ഒരേ പോക്ക്. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, ഞാൻ അനുരാധയെ വിളിക്കാനിരിക്കുകയായിരുന്നു കേട്ടോ. മാഷ് രാവിലെ വീട്ടിൽ വന്നിരുന്നു. അനുരാധയെ കുറിച്ച് കുറേ കുറ്റങ്ങൾ പറഞ്ഞു. അയാളത് പറയും. നല്ല അടിയുടെ കുറവ് അയാൾക്ക്. എന്റെ ഡോക്ടർ, ഒരു വീട് വാടകയ്ക്ക് തന്നിട്ട് ഇങ്ങനെ ഒരു ശല്യം ഉണ്ടോ? എന്നും രാവിലെ വീട്ടിൽ കയറി വരുമെന്ന്, എന്നിട്ട് ഇല്ലാത്ത കുറ്റങ്ങളും ഇല്ല. എന്നോടും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ആലീസോട് സ്ഥിരം ഉടക്കാം. ഡോക്ടർ നോക്കിക്കോ, ഞാനൊരു ദിവസം അയാൾക്ക് എന്തെങ്കിലും കലക്കി കൊടുക്കും. നമ്മൾ എന്തെങ്കിലും പരാതിയായിട്ട് ചെന്നാൽ അയാൾ മൈൻഡ് ചെയ്യത്തില്ലെന്നേ. സ്റ്റോർ റൂമിൽ എലിയുടെ ശല്യം ഉണ്ടെന്ന് പറയുമ്പോൾ അയാൾ പറയാ 2 പൂച്ചയെ വാങ്ങി തരാന്ന് വളർത്താൻ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ ശ്രദ്ധിക്കാൻ പോണ്ട. നമുക്ക് ആവശ്യം എന്താ? മനസമാധാനം അല്ലേ? ഡോക്ടർ മനസ്സമാധാനമായിട്ടിരുന്നോ? എനിക്ക് ഡോക്ടർ അത്ര ക്ഷമയൊന്നുമില്ല. ഡോക്ടർ നോക്കിക്കോ, അയാൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. സാധിച്ച് മടുത്തുന്നേ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി അനുരാധയുടെ ഇഷ്ടം. പിന്നെ ഡോക്ടറെ വേണ്ടേ, ഇങ്ങോട്ട് നോക്കി. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാവോ? കൊള്ളാം. എനിക്കറിയാതെ ഡോക്ടർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന്. ഇതുപോലത്തെ ഞാൻ വേറെ 2 മേടിച്ചിട്ടുണ്ട്. ആണല്ലേ? രാവിലെ സൂസനെയും പറഞ്ഞായിരുന്നു എന്ത് ഇത് ഡോക്ടർക്ക് ഇഷ്ടപ്പെടുമെന്ന്. നാളെയും മറ്റന്നാളുമായിട്ട് അഡ്രസ് ഇടാവേ. ഇപ്പോ അനുരാധ പോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ചെല്ലണ്ട പ്ലീസ്. കർത്താവേ, എന്നെ കാത്തോണേ. മാഷിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെയും നമ്മളെ നാറ്റിക്കുക. അപ്പൊ സഹിയായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. ഇന്നിപ്പോ രാവിലെ ആ ഡോക്ടറിന്റെ വീട്ടിൽ പോയിട്ട് എന്നെ പറ്റി എന്തൊക്കെ അനാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനില്ലാത്ത നേരം നോക്കി ചിലപ്പോൾ ആശുപത്രിയിൽ വന്നിട്ടോ എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അത് കഴിഞ്ഞ് നിന്റെ വക്കീൽ ഓഫീസിൽ പോയിട്ട് മറ്റുള്ള വക്കീലന്മാരോട് നിന്നെ പറ്റിയും പറയും. അയ്യോ, അയാൾ അതും ചെയ്യൂടി. നീ നാണം കെടുകയും ചെയ്യും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടേ അംബിക ചേച്ചിയുടെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അംബിക ചേച്ചിയെ കുറിച്ചും പറയും. അംബിക ചേച്ചി ഇപ്പൊ എന്ത് പറയാനാ? 24 മണിക്കൂറും പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ആ പാവത്തിനെ പറ്റി എന്ത് പറയാൻ? ആര്? അംബിക ചേച്ചി. എടി, നീ അംബിക ചേച്ചിയെ കുറിച്ച് ഒന്നും പറയാനില്ലെന്നാണോ പറയുന്നേ? അംബിക ചേച്ചി, അംബിക ചേച്ചി ഇരിക്ക്. ആ ലംബോദരൻ മാഷ് ഇന്നിവിടെ കാണിച്ചു കൂട്ടി അക്രമമൊക്കെ ചേച്ചി അറിഞ്ഞായിരുന്നോ? ആ ഡോക്ടറിന്റെ വീട്ടിൽ രാവിലെ ചെന്നിട്ട് എന്നെ കുറിച്ച് എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിരിക്കുന്നു. ഇന്ന് മിണ്ടാവരുത്, വാ തുറക്കില്ല, പറഞ്ഞിട്ടൊരു കാര്യമില്ല. ചേച്ചി ചെല്ല് പോയിരുന്നു പ്രാർത്ഥിച്ചു. ചുമ്മാതല്ല ഇവരുടെ ഭർത്താവ് ഇവരെ കളഞ്ഞിട്ട് പോയത്. എല്ലാ ദിവസവും വ്രതം തന്നെ. അയാൾ രാവിലെ ഒന്ന് എന്തെങ്കിലും മിണ്ടാൻ വേണ്ടി പോയാൽ മിണ്ടാവ്രതം എന്ന് പറയും. ഉച്ചയ്ക്ക് ആഹാരം ചോദിച്ചാലോ ഉണ്ണാവ്രതം എന്ന് പറയും. എന്നിട്ട് ആ പാവം മനുഷ്യൻ രാത്രി ഒന്ന് ഉറങ്ങാൻ വേണ്ടി ചെന്ന് കിടന്നാൽ തൊടാവ്രതം എന്ന് പറയും. പിന്നെ എങ്ങനെ ഒരാൾ സഹിച്ച് ഇവരുടെ കൂടെ നിൽക്കും? അത് ശരിയാ. ഇങ്ങനെ ഒരാളെയാ നീ കുറ്റം പറയാനൊന്നും ഇല്ലാന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാനിപ്പോ പറഞ്ഞത് നല്ലതാണോ? അത് നീ വിശ്വസിച്ചില്ലേ? എന്നാലും ഇങ്ങേരൊന്നും മെരുക്കിയെടുക്കാൻ എന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്, പക്ഷേ അംബിക ചേച്ചി ഒന്ന് സഹകരിക്കണം. അതെങ്ങനെ? ഈ മാഷിന് നമ്മുടെ അംബിക ചേച്ചിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് നമുക്കങ്ങ് ഉപയോഗിക്കണം. എങ്ങനെ?
നീ വരുന്നുണ്ട്. ഇന്നാണ് പറ്റിയ ദിവസം. അതിന് അംബിക ചേച്ചി മൗനവ്രതത്തിലല്ലേ? ഇതിനൊക്കെ മൗനവ്രതമാണ് നല്ലത്. അതെങ്ങനെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒരു 5 മിനിറ്റ് ഈ സാധനത്തിനൊന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. ഇതിലെയോ? ആ, പിടിച്ചു നിൽക്ക്. എനിക്കകത്തേക്ക് വരാമോ? മാഷിന് വരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കേറി വാ. അംബിക ചേച്ചി അല്ലാതെ ഇപ്പൊ വരും. ചേച്ചി മിണ്ടട്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. ലംബോദര മാഷ് വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കുമ്പോ ചേച്ചി ഒന്ന് അങ്ങോട്ട് വരണം. പിന്നെ മാഷ് എന്ത് ചോദിച്ചാലും ചേച്ചി മിണ്ടണ്ട, തല ഇങ്ങനെ ആട്ടിയാ മതി. പിന്നെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. മിണ്ടണ്ട, ഓക്കെ അല്ലേ? ഞാൻ വിളിക്കുമ്പോ വരണേ. വരുമല്ലോ അല്ലേ? ഓക്കെ. മാഷി ഇരിക്കി. മാഷിന് ഞാനൊരു ചായ എടുക്കട്ടെ? വേണ്ട, അന്യ വീടുകളിൽ നിന്നും ഞാൻ ചായ കുടിക്കാറില്ല. പ്രത്യേകിച്ച് ഇവിടെ നിന്നാകുമ്പോ. നിങ്ങൾ അതിൽ എന്തൊക്കെയാ കലക്കി തരുന്നെന്ന് ആർക്കറിയാം? അതെന്തൊരു വർത്താനമാ മാഷേ. മാഷിനോട് ഞങ്ങൾ അങ്ങനെ ചെയ്യൂ? നിങ്ങൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. 10-60 വയസ്സായ ആളെന്ന പരിഗണന പോലും തരാതെ എന്നെ സ്ഥിരമായി തെക്ക് വടക്കിന് നടത്തിക്കുന്നവരല്ലേ നിങ്ങൾ? അയ്യോ, മാഷിന് 60 വയസ്സായോ? കണ്ട പറയില്ലല്ലേടി. അടവൊന്നും വേണ്ട. എന്റെ വാടക കൂട്ടിത്തരണ കാര്യം എന്തായി? എന്റെ മാഷെ, ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ആ അംബിക എന്ന് പറയുന്ന സ്ത്രീ എവിടെ? അവരെ കൂടി വിളിക്ക്. അംബിക ചേച്ചി പ്രാർത്ഥനയില്ല. അല്ല, അവർക്ക് ഇത് തന്നെയാണോ പണി? അയ്യോ, അങ്ങനെ പറയല്ലേ. ഈയിടെയായിട്ട് അംബിക ചേച്ചി പ്രാർത്ഥിക്കുന്നത് മൊത്തം മാഷിന് വേണ്ടിട്ടാ. ഈയിടെയായിട്ടേ അംബിക ചേച്ചിയുടെ പ്രാർത്ഥനയിലൊക്കെ മാഷിന്റെ പേര് വരൂ. ഞാൻ വല്ല ഇടിവെട്ടിയോ പാമ്പ് കടിച്ചോ ചാകണമെന്നായിരിക്കും. അയ്യോ, അങ്ങനെ അല്ലെന്നേ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശ്രദ്ധിച്ചതാ. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, മാഷ് വിശ്വസിക്കണം. ഇതുപോലൊരു അനുഭവമേ കഴിഞ്ഞ ദിവസം എനിക്കും ഉണ്ടായി. അംബിക ചേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടേ 5-6 വർഷമായില്ലേ. അപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ചേച്ചിക്കേ അറിയൂ. അതിന് നിങ്ങളും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അയ്യോ, അതിന് ഞങ്ങളെ പോലെയാണോ അംബിക ചേച്ചി? ഞങ്ങള് ചെറുപ്പമല്ലേ. പിന്നെ അംബിക ചേച്ചിയുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് ആൺതുണയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞങ്ങളുടെ ഒരു ഊഹമാണ്. മാഷിങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വരുവാണല്ലോ. അംബിക ചേച്ചിക്കാണെങ്കിൽ ഭർത്താവും ഇല്ല, മാഷിനാണെങ്കിൽ ഭാര്യയും ഇല്ല. പിന്നെ മാഷിനെ കണ്ടാൽ പരമയോഗ്യൻ, കാശുകാരൻ. അപ്പൊ ഏതൊരു പെണ്ണിന്റെ മനസ്സും ഇളകി പോകും. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചതേ ഞങ്ങളുടെ തോന്നലാന്നാ. പിന്നെ പിന്നെ ഞങ്ങൾക്ക് അതങ്ങ് ഉറപ്പായി. വേണമെങ്കിൽ മാഷ് എന്നെ അംബിക ചേച്ചിയോട് ചോദിച്ചു നോക്ക്. ഞാൻ വിളിക്കാം. അംബിക ചേച്ചി, അംബിക ചേച്ചി. പിന്നെ മാഷേ, ഇത് ഞങ്ങളാണ് മാഷിനോട് പറഞ്ഞെന്ന് പറയരുതേ. മാഷിന്റേതായിട്ടുള്ള രീതിയിൽ അങ്ങ് ചോദിച്ചാ മതി. മാഷേ, അപ്പോ നിങ്ങൾ സംസാരിക്കും, ഞങ്ങളിപ്പോ വരാവേ. കുട്ടികൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്നിട്ടെന്തേ ഇതുവരെ എന്നോട് പറയായിരുന്നത്? എങ്ങനെ പറയും അല്ലേ? ഞാൻ ഇതുവരെ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഇനി ആലോചിക്കണം. ഈശ്വരന്റെ ഓരോരോ നിശ്ചയങ്ങളെ മാഷേ, എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എങ്ങനെ പറയാനാ? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നു ചേച്ചി മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അപ്പൊ മാഷേ, ഇപ്പൊ നടന്നത് ഒരു പെണ്ണ് കാണലാണ്. അപ്പൊ ഇനി എന്തോ പരിപാടി? ഒന്നൊക്കെ ആലോചിക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവരോട് ഒന്നുകൂടി സംസാരിച്ചിട്ട് പോയാലോ? അയ്യേ, എന്തൊരു ആക്രാന്തമാ മാഷേ. ചേച്ചി എന്തോ വിചാരിക്കും? മാഷ് പോയിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് പിന്നെ വന്നാ മതി. ആക്രാന്തം കൂടിപ്പോയല്ലേ? അപ്പൊ പിന്നെ പോട്ടെ. അപ്പൊ അന്വേഷിച്ചെന്ന് പറഞ്ഞിക്കേ. സംഗതി ഏറ്റിടി. ഇനി നമുക്ക് ഈ കളി തന്നെ കണ്ടിന്യൂ ചെയ്യാം. എത്ര നാളത്തേക്ക്? എവിടെയെങ്കിലും പോയിടിച്ച് നിൽക്കുമല്ലോ അതുവരെ.